ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മുടെ വർക്കുകളെല്ലാം തീർക്കുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലറായിട്ടൊരു റൊട്ടീനിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. അപ്പോൾ നമുക്ക് സാലറി കിട്ടുന്നുണ്ട്, നമ്മുടെ ആ സാലറിയിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മനുഷ്യരുടെ റൊട്ടീനൊക്കെ പോകുന്നത്. അപ്പം നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജോലിക്ക് പോകുന്നത്, എന്തിനാണ് നമ്മൾ പൈസ കിട്ടുന്നത്. അപ്പോൾ ഒക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും അങ്ങനെ. പക്ഷെ ഒന്ന് ഓർക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജോലിക്ക് പോകുന്നത്, ഇപ്പം നമുക്കറിയാം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. അതുപോലെ ജോലിക്ക് പോകുന്നതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമുക്ക് പൈസ വേണം. പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് നമ്മൾ ചിലവരത് നമ്മുടെ ആവശ്യങ്ങളത് കുടുംബം നോക്കും, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ചിലർ ആർഭാടത്തിന് വേണ്ടി ഉപയോഗിക്കും, അതുപോലെ ബിസിനസ് നടത്താൻ ഉപയോഗിക്കും. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്നുണ്ട്. പിന്നെ ചിലർ ട്രാവലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഉപയോഗിക്കും. അപ്പോൾ നമുക്കെല്ലാവർക്കും പലർക്കും ട്രാവലിംഗ് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാനൊരു ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 സ്ഥലങ്ങൾ എന്താണെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മളവിടെ പോകുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് ഒരിക്കലും ലൈഫിൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ 3 സ്ഥലങ്ങൾ മസ്റ്റായിട്ട് പോയി വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലോട്ട് വന്നത് ഇപ്പം വളരെ പ്രകൃതി ഭംഗിയും ഫുഡും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ഒരു ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലോട്ട് വന്നത്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. ഈ മസ്റ്റായിട്ട് നമ്മൾ മനുഷ്യനെന്ന നിലയിൽ ഈ 3 സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ 1ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്, 2ാമത്തെ സ്ഥലം ജയിൽ, 3ാമത്തെ സ്ഥലം സെമിത്തേരിയാണ്. ഈ 3 സ്ഥലങ്ങളും നമ്മൾ മനുഷ്യനെന്ന നിലയിൽ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരുപാട് നമുക്ക് എവിടെ പോയാലും കിട്ടാത്ത ജീവിത പാഠങ്ങൾ നമുക്ക് ഈ 3 സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ദിവസം നമ്മൾ കിടക്കുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടത്, എന്തിനാണ് നമ്മൾ ഇത്രയും ജോലിയൊക്കെ ചെയ്തതെന്നുള്ളത്. കാരണം ഹോസ്പിറ്റലിൽ വരുമ്പോഴേ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ പഠിക്കാത്ത പാഠങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത്രയും ആ റിയാലിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ആൾക്കാണെങ്കിൽ ഒരു ക്യാമറ വാങ്ങണമെന്ന് ഓർത്ത് 1 ലക്ഷത്തോളം രൂപ വരെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1 ലക്ഷം സേവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം രാത്രിയെന്നോ പകലെന്നില്ലാതെ വർക്ക് ചെയ്യുക, അതുപോലെ അവരുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾ, പല ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ആ 1 ലക്ഷം രൂപ എന്ന വലിയ തുകയിലോട്ട് അത് സേവ് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പനിയായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട്, അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആദ്യം പനി വന്നിട്ട് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്തു. കാരണം പനി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്വയം ചികിത്സിക്കുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം നമ്മൾ ഒരാഴ്ചയായിട്ട് പനി മാറാതെ വന്നപ്പം ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറിഞ്ഞത് ഡെങ്കിപ്പനിയാണെന്നുള്ളത്. അപ്പം അവരുടെ എന്നിട്ട് നമ്മൾ സേവ് ചെയ്ത് 1 ലക്ഷം രൂപ സേവ് ചെയ്തതും അതുപോലെ അമ്മയുടെ സ്വർണ്ണം അങ്ങനെയൊക്കെ വിറ്റിട്ടാണ് അവർ 2.5 ലക്ഷത്തോളമായിരുന്നു ബില്ല് അത് തീർത്തത്. അപ്പോൾ അത്രയ്ക്കും അപ്പോൾ അവിടെ ആ ഒരു നിമിഷം നമ്മൾ ഓർക്കും എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സേവ് ചെയ്തത്. കാരണം ഒരുപാട് ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ആ പൈസ സേവ് ചെയ്തത്. അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട്, അതായത് രാത്രിയെന്നോ പകലെന്നില്ലാതെ വർക്ക് ചെയ്തിട്ടാണ് അത്രയും രൂപ നമ്മൾ സേവ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുക ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തത്, എന്തിനാണ് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചെന്നൊക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കൂടുതലും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് സാലറി കിട്ടും, പക്ഷേ എങ്കിൽ പോലും ഒരുപാട് പ്രഷർ എടുത്ത് നമ്മുടെ വർക്കുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കാറുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷൻ്റെയൊക്കെ റിയാലിറ്റി നമുക്ക് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ, നമ്മൾ ഈ വർക്ക് നമ്മൾ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള വർക്കായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വർക്ക് നമ്മൾ എപ്പോഴും വർക്ക് നമ്മൾ ഇഷ്ടത്തോടെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് പ്രഷറൊന്നും വരില്ല. പിന്നെ നമ്മൾ ഒരിക്കലും ജീവിക്കാൻ മറക്കാതിരിക്കുക. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ, നമുക്കൊരു ലൈഫ് മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ഓരോ നിമിഷവും ജീവിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ ജീവിക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇമോഷൻസിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തേക്കോ അടുത്ത വർഷത്തേക്കോ ഒന്നും മാറ്റി വയ്ക്കരുത്, നമ്മൾ അപ്പം തന്നെ അത് വിസിറ്റ് ചെയ്യുക. കാരണം നമ്മൾ ലൈഫിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല. അപ്പം നമ്മുടെ ഇമോഷൻ നമുക്ക് എന്ത് കിട്ടുമ്പോഴാണ് നമുക്ക് ഹാപ്പി ആകുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നതെന്നനുസരിച്ച് ജീവിക്കുക. അപ്പം നമുക്ക് കൂടുതലും നമ്മുടെ ലൈഫിൽ നമുക്ക് പിന്നീട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരില്ല അതിൻ്റെ പേരിൽ. അപ്പം ഇമോഷൻസിനനുസരിച്ച് നമ്മളെപ്പോഴും ജീവിക്കുക. അപ്പം രണ്ടാമത് ഞാൻ പറഞ്ഞ സ്ഥലം ജയിലാണ്. അപ്പം നമ്മൾ ജയിലിൽ കഴിഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്താണെന്ന് നമ്മൾ അറിയത്തുള്ളൂ. കാരണം നമ്മൾ പുറത്തുള്ള ലൈഫിൽ നമുക്ക്
നമുക്ക് ഫ്രീഡം നമുക്കുണ്ട്. പക്ഷേ ജയിലിൽ കഴിയുകയാണെങ്കിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം, ഫ്രീഡത്തിൻ്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ജയിലിലാണെങ്കിൽ കറക്റ്റ് അവരുടേതായ ഒരു റൊട്ടീൻസ് ഉണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കണം, അതുപോലെ ഫ്രഷ് ആകണം, ഫുഡ് പ്രിപ്പയർ ചെയ്യണം, അവിടുത്തെ ജോലികൾ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ജയിലുണ്ട്. അവരത് കൃത്യമായിട്ടുള്ള റൊട്ടീനിൽ അനുസരിച്ചായിരിക്കും പോലീസുകാർ അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ജയിലിനകത്ത് അവർ പോലീസുകാരുടെ അനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ളൊരു ഫ്രീഡം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് അങ്ങനെ അപ്പം പുറത്ത് നമ്മൾ ജീവിച്ച ആ ഫ്രീഡം നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമ്മൾ ഫ്രീഡത്തിൻ്റെ വില എന്താണെന്ന് അറിയുന്നത്. അതുപോലെ ജയിലിൽ നമുക്ക് ഒരിക്കലും ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കറിയാം, ഭൂരിഭാഗം പേർക്കും നമ്മൾ കടക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും ഭൂരിഭാഗം പേർക്കും കടക്കാൻ പറ്റില്ല. അപ്പോൾ ലൈറ്റ് അങ്ങനെ ഇടുമ്പോൾ നമ്മുടെ ഹെൽത്തിനെ അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും. അതുപോലെ ആൾ ഡൗൺ ആയി പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീഡത്തിൻ്റെ വില എന്താണെന്ന് നമ്മൾ ഈ ജയിലിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞ സ്ഥലം സെമിത്തേരിയാണ്. അപ്പോൾ സെമിത്തേരി നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഭൂമിയിലെ വെറും ഒരു ഗസ്റ്റ് മാത്രമാണെന്നുള്ളത്. കാരണം നമുക്ക് എപ്പം ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് എന്ത് സംഭവിക്കാം. കാരണം നമുക്ക് ഒരിക്കലും ദീർഘകാലമായിട്ട് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം നമ്മൾ മരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സെമിത്തേരിയിൽ അത് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അതിൻ്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമുക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ആലപ്പുഴയിൽ 5 യുവാക്കളാണ് മരിച്ചത്. അപ്പം അവർ മരിച്ചപ്പോൾ പോലും നമ്മൾ ബാക്കിയുള്ളവരെന്താ ചെയ്യുന്നത്, അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടുമായിരുന്നു. കാരണം അവർ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ ഒന്നും തന്നെ നിന്നില്ല. അപ്പോൾ നാളെ ഇപ്പം ആര് മരിച്ചാലും അങ്ങനെ ആയിരിക്കും. നമുക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിരിക്കും. പക്ഷേ ഒരാൾ മരിച്ചെന്ന് പറഞ്ഞ് ഭൂമിയിൽ ഒന്നും മാറാനോ ഒന്നും പോകുന്നില്ല, ഒന്നും നിൽക്കാനും പോകുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെമിത്തേരി വരുമ്പോൾ സെമിത്തേരി വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാകും. നമ്മൾ ഭൂമിയിലെ വെറും ഗസ്റ്റ് മാത്രമാണെന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഇപ്പം നമ്മളെന്താണെങ്കിലും നമുക്ക് നാളെ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ പോലും നമ്മൾ നാളത്തേക്കോ അടുത്ത വർഷത്തേക്കോ അടുത്ത മാസം അങ്ങനെ ഒന്നും നീട്ടി വെക്കാതിരിക്കുക. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് ടെൻഷനും പ്രഷറും ഒക്കെ കാണും. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് തുടങ്ങുക. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പം നാളെ അത് ഓർത്തിട്ട് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം എന്താണ് അപ്പോൾ തോന്നുന്നത് വെച്ചാൽ, അപ്പോൾ ബിസിനസ് തുടങ്ങാനാണെങ്കിൽ അത് തന്നെ തുടങ്ങുക.